ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 7ാമത്തെ ചാപ്റ്ററായ മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 1 രക്തപര്യന വ്യവസ്ഥയെക്കുറിച്ചും പാർട്ട് 2 വിസർജന വ്യവസ്ഥയെക്കുറിച്ചും നോക്കി. ഇനി നോക്കാൻ പോകുന്നത് നാഡീവ്യവസ്ഥയെക്കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിൽ വിവിധ അവയവങ്ങൾ ഉണ്ടല്ലോ. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരു അവയവം മാത്രമാണ് പ്രവർത്തിക്കുന്നത്. കയ്യിൽ നിന്നൊരു പേന താഴെ വീണു എന്ന് വിചാരിക്കൂ. അത് എടുക്കുമ്പോൾ ഏതെല്ലാം അവയവങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എഴുതി നോക്കൂ. ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പേന താഴെ വീണു. അപ്പം അത് എടുക്കാൻ നോക്കുമ്പോൾ ഏതൊക്കെ അവയവങ്ങളാണ് അവിടെ പ്രവർത്തിക്കുന്നത്? അപ്പം ആദ്യം പേന താഴെ വീണാൽ ആദ്യം പേനയുടെ സ്ഥാനം എവിടെയെന്ന് നോക്കും. അപ്പോൾ കണ്ണ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അത് എടുക്കാൻ വേണ്ടി കുനിയുമ്പോൾ എന്താണ് നമ്മുടെ നട്ടെല്ല്, പിന്നെ അതുപോലെ തന്നെ മസിലുകൾ, നമ്മുടെ പേശികൾ, പിന്നെ കൈ, ഇതൊക്കെ അവിടെ പ്രവർത്തിക്കും. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ജോലി ചെയ്യുമ്പോൾ ഒരു അവയവം മാത്രമല്ല പ്രവർത്തിക്കുന്നത് എന്ന്. ഇനി ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ ഏകോപനത്തിലൂടെയാണ് എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും സാധ്യമാക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ വിവിധ പ്രവർത്തനങ്ങളുടെ ഏകോപനം എങ്ങനെയാണ് സാധ്യമാക്കുന്നത്? അപ്പോൾ അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ കണ്ണിന് നേരെ ഒരു പ്രാണി പറന്നു വന്നാൽ പെട്ടെന്ന് കണ്ണടക്കില്ലേ? കണ്ണിന് നേർക്ക് ടോർച്ച് പ്രകാശിച്ചാലോ? അപ്പോൾ നമ്മൾ എന്താണ് കണ്ണടക്കും. ഇത്തരം സന്ദർഭങ്ങളോട് പ്രതികരിക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? ചുവടെ കൊടുത്തിരിക്കുന്ന കുറിപ്പ് വായിച്ച് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതി ക്ലാസ്സിൽ അവതരിപ്പിക്കും. അപ്പം എന്തിനെ കുറിച്ചാണ് കുറിപ്പ്? നാഡീവ്യവസ്ഥയെ കുറിച്ചാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. അപ്പം ഇപ്പോൾ നമ്മുടെ കണ്ണിന് നേർക്ക് ടോർച്ച് അടിച്ചാലും അതുപോലെ തന്നെ ഒരു പ്രാണി വന്നാലും കണ്ണടക്കും. അപ്പം അതൊരു സാഹചര്യം. അപ്പം ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ കണ്ണടച്ച് പ്രതികരിച്ചു. അപ്പം അതിന് സഹായിക്കുന്നത് ആരാണ്? നാഡീവ്യവസ്ഥയാണ്. മസ്തിഷ്കം അഥവാ തലച്ചോറ്, സുഷുമ്ന, നാഡികൾ എന്നിവ ചേർന്നതാണ് നാഡീവ്യവസ്ഥ. അപ്പം നാഡീവ്യവസ്ഥയിൽ ആരൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? മസ്തിഷ്കമുണ്ട്, സുഷുമ്ന ഉണ്ട്, നാഡികളുണ്ട്. ഇനി അടുത്തത് പറയുന്നത് മസ്തിഷ്കത്തെ കുറിച്ചാണ്. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം. മസ്തിഷ്കം തലയോട്ടിക്കുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മസ്തിഷ്കം എവിടെയാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? തലയോട്ടിക്കുള്ളിൽ. വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരത്തിലെ പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവ മസ്തിഷ്കത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. അപ്പം മസ്തിഷ്കത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുകയും പിന്നെ അതേപോലെ തന്നെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുക. ഇത് രണ്ടുമാണ് മസ്തിഷ്കത്തിൻ്റെ പ്രധാന പ്രവർത്തനം. പിന്നെ അതുകൂടാതെ കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ, ബുദ്ധി എന്നിവയുടെയും കേന്ദ്രം മസ്തിഷ്കമാണ്. ഇനി ഏറ്റവും ആധുനിക കമ്പ്യൂട്ടറുകൾ പോലും കാര്യക്ഷമതയിൽ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പിന്നിലാണ്. മുൻകൂട്ടി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് മാത്രമാണ് കമ്പ്യൂട്ടറിനുള്ളത്. എന്നാൽ മസ്തിഷ്കത്തിനാകട്ടെ ചുറ്റുപാടിനോട് പ്രതികരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കല്പിക്കാനും കഴിയും. ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല, ഉറങ്ങുമ്പോഴെന്താണ് മസ്തിഷ്കം പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. അപ്പം നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും നാഡീവ്യവസ്ഥയാണ്. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. ഇനി ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, മസ്തിഷ്കത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാം? അപ്പം എന്തൊക്കെ ധർമ്മങ്ങളാണ്? ഇതിവിടെ താഴെ കൊടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. ഒന്നാമത്തത് എന്താണ്? വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുന്നു, ശരീരത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുന്നു, കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. അപ്പം ഇതൊക്കെയാണ് മസ്തിഷ്കത്തിൻ്റെ ധർമ്മങ്ങൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന കവചത്തിൻ്റെ പേരെന്ത്? തലയോട്ടി. ഇനി നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാം? മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ. അപ്പം ഇതാണ് നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പം നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയിൽ വരുന്നതാണ് മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ. ഇനി അടുത്ത ടോപ്പിക്ക്, കൗമാരവും ആരോഗ്യവും. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കൗമാരകാലത്തിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. 10 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് കൗമാരം. അപ്പോൾ കൗമാരം എന്ന് പറഞ്ഞാൽ 10 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ജീവശാസ്ത്രപരമായി ഒട്ടേറെ സവിശേഷതയുള്ള കാലമാണിത്. സ്വാഭാവികമായ ഒരു
ജൈവ പ്രക്രിയ എന്ന നിലയിൽ ഒട്ടേറെ ശാരീരിക മാറ്റങ്ങൾ കൗമാരകാലത്ത് നടക്കുന്നു. തലച്ചോറിന്റെ വികാസം, ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ്, ഗ്രന്ഥികളുടെ വർദ്ധിച്ച പ്രവർത്തനക്ഷമത എന്നിവയെല്ലാം ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ കൗമാരകാലത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? തലച്ചോറിന്റെ വികാസം, ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ്, ഗ്രന്ഥികളുടെ വർദ്ധിച്ച പ്രവർത്തനക്ഷമത. ഇനി അടുത്തത് അവിടെ എന്താണ്, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ കൗമാര കാലഘട്ടത്തിൽ എന്താണ്, ഒരുപാട് ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാവും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. അപ്പം അതെന്തൊക്കെയെന്നാണ് ഇവിടെ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൗമാര കാലഘട്ടത്തിലെ ശാരീരിക മാറ്റങ്ങൾ. അപ്പോൾ ഫസ്റ്റ് ആൺകുട്ടികൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക നോക്കാം. വളർച്ച ത്വരിതപ്പെടുന്നു, അതായത് പെട്ടെന്ന് വളർച്ച നടക്കും. പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ച വേഗത്തിലാകുന്നു. ജനനേന്ദ്രിയ ഭാഗം, കക്ഷം, മാരടം, മുഖം എന്നീ ശരീരഭാഗങ്ങളിൽ രോമങ്ങൾ വളരുന്നു. ശബ്ദത്തിന് ഗാംഭീര്യം കൂടുന്നു. ബീജോത്പാദനം ആരംഭിക്കുന്നു. ഇനി പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്നത് വളർച്ച ത്വരിതപ്പെടുന്നു. പ്രത്യുൽപാദന അവയവങ്ങൾ, സ്ഥലം എന്നിവയുടെ വളർച്ച വേഗത്തിലാവുന്നു. ജനനേന്ദ്രിയ ഭാഗം, കക്ഷത്തിലും രോമങ്ങൾ വളരുന്നു. ശബ്ദ സൗകുമാര്യം കൂടുന്നു. അണ്ടോത്സർജനം തുടങ്ങുന്നു. ആർത്തവം ആരംഭിക്കുന്നു. അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് ഈ കൗമാര കാലഘട്ടത്തിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ടാവുന്നത്. 10 മുതൽ 19 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് കൗമാര കാലഘട്ടം. ഇനി അടുത്തത് ആർത്തവം. എല്ലാ മാസവും പ്രത്യുൽപാദനത്തിനുള്ള പല ഒരുക്കങ്ങളും ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നടക്കുന്നുണ്ട്. ഗർഭാശയത്തിന്റെ ആന്തരപാളിയിൽ ധാരാളം രക്തലോമികകളും കലകളും രൂപപ്പെടുന്നു. എന്നാൽ ഗർഭധാരണം നടക്കാതെ വന്നാൽ ഈ ഒരുക്കങ്ങൾ വെറുതെയാകുന്നു. അപ്പോൾ പുതുതായി രൂപപ്പെട്ട രക്തരോമികകൾ പൊട്ടും. രക്തരോമികകളും മറ്റു കലകളും ഗർഭാശയ ഭിത്തിയിൽ നിന്നും അടർന്നു മാറുകയും രക്തത്തോടൊപ്പം ഇവയെല്ലാം ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യും. ഈ പ്രക്രിയയാണ് ആർത്തവം. ഇത് 7 ദിവസം വരെ നീണ്ടു നിൽക്കും. അപ്പോൾ ആർത്തവം എത്ര ദിവസം വരെ നീണ്ടു നിൽക്കും? 7 ദിവസം. ഇനി ആർത്തവത്തിന് മുന്നോടിയായി ആർത്തവ സമയത്ത് എന്താണ്, ചില ആളുകളിൽ ചില അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. എന്തൊക്കെയാണ്? കലശലായ അടിവയറുവേദന ഉണ്ടാവും, ഛർദി ഉണ്ടാവും, നടുവേദന ഉണ്ടാവും, കാലിന് കഴപ്പുണ്ടാവും ചില ആളുകളിൽ. ഇനി ചില ആളുകളിൽ എന്താണ്, ഭയങ്കര ദേഷ്യം, ഉത്കണ്ഠ അതൊക്കെ ഉണ്ടാവും. എന്നാൽ ചിലർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആർത്തവം ഏകദേശം ഓരോ 28 ദിവസം കൂടുമ്പോഴും ഉണ്ടാകേണ്ട ഒരു ശാരീരിക പ്രക്രിയയാണ്. ഇതിൽ ചെറിയ തോതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. ആർത്തവം കൃത്യമായി ഉണ്ടായില്ലെങ്കിൽ എന്താണ്, ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഇനി അടുത്തത് ആർത്തവ ശുചിത്വം. ആർത്തവ കാലത്ത് ഉണ്ടാകുന്ന രക്തസ്രാവം വലിച്ചെടുക്കാൻ പെൺകുട്ടികൾ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്? തുണികൾ ഉപയോഗിക്കുന്നുണ്ട്, സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കുന്നുണ്ട്, മെനസ്ട്രൽ കപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ മെനസ്ട്രൽ കപ്പ് എന്താണ്, ഇപ്പോൾ ഈയിടെ ആയിട്ടാണ് കൂടുതലായിട്ടും കുട്ടികൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ആർത്തവ കാലത്ത് സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകളും അസൗകര്യങ്ങളും എന്തൊക്കെയാണ്? അപ്പോൾ ഈ സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കുമ്പോൾ അതിനെന്താണ്, ഒരുപാട് ഗുണവും ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ ഇനി അതാണ് നോക്കുന്നത്. മേന്മകൾ എന്തൊക്കെയാണ്? അത് സുലഭമായി ലഭിക്കും, അതേപോലെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും, പിന്നെ അതിനെന്താണ്, വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അസൗകര്യങ്ങൾ എന്തൊക്കെയാണത്? നിർമ്മാർജ്ജനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെന്താണ്, നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്, പിന്നെ ചിലർക്ക് എന്താണ്, ചില തരത്തിലുള്ള അലർജികളൊക്കെ ഉണ്ടാവും. ഇനി അടുത്തതാണ് മെനസ്ട്രൽ കപ്പ്. അപ്പോൾ മെനസ്ട്രൽ കപ്പ് എന്താണ്, ഈയിടെയാണ് കൂടുതലായിട്ടും പെൺകുട്ടികൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ആർത്തവ സമയത്ത് ഉപയോഗിക്കാൻ കൂടുതൽ സൗകര്യപ്രദമായ മെനസ്ട്രൽ കപ്പുകൾ ഇപ്പോൾ ലഭ്യമാണെന്ന് അറിയാമല്ലോ. ആരോഗ്യ പ്രവർത്തകരോട് ചോദിച്ച് മെനസ്ട്രൽ കപ്പിൻ്റെ ഉപയോഗ രീതി, കൗമാരകാലത്തെ ശുചിത്വം എന്നിവയെ പറ്റി കൂടുതൽ മനസ്സിലാക്കും. മെനസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തൊക്കെയാണ്? നമുക്ക് എന്താണ്, വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും, പിന്നെ അത് കുറേ സമയം യൂസ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ അതെന്താണ്, അലർജി ഒന്നും ഉണ്ടാക്കില്ല, അതേപോലെ തന്നെ ലീക്കേജും കുറവായിരിക്കും. പിന്നെ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇനി മെനസ്ട്രൽ കപ്പ്, സാനിറ്ററി നാപ്കിനുകൾ, തുണികൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുമ്പും ശേഷവും കൈകൾ സോപ്പോ വീര്യം കുറഞ്ഞ അണുനാശിനിയോ ഉപയോഗിച്ച് കഴുകണം. സാനിറ്ററി നാപ്കിനുകൾ, തുണികൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ ശുചിത്വത്തിൻ്റെ ഭാഗമായി അവ 4-5 മണിക്കൂറിനുള്ളിൽ മാറ്റാൻ ശ്രദ്ധിക്കുമല്ലോ. ഇനി അടുത്തത് കൗമാരകാലത്തെ ഭക്ഷണം. കൗമാരകാലത്ത് എങ്ങനെയുള്ള ഭക്ഷണമാണ് നാം കഴിക്കേണ്ടത്? താഴെ കൊടുത്ത സൂചനകളെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്യും. കൗമാരകാലത്ത് എന്താണ്, ശരീര വളർച്ച ദ്രുതഗതിയിലാണ്, പെട്ടെന്ന് നടക്കുന്നത്. പിന്നെ ആർത്തവ കാലത്ത് എന്താണ്, പെൺകുട്ടികൾക്ക് ശരാശരി 0.6 ലിറ്റർ രക്തം നഷ്ടപ്പെടുന്നു. അപ്പോൾ രക്തനഷ്ടം, ദ്രുതഗതിയിലുള്ള വളർച്ച എന്നിവ പരിഗണിച്ച് കൗമാരകാലത്തെ ഭക്ഷണ രീതി എങ്ങനെ ക്രമീകരിക്കേണ്ടതെന്ന് ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതും. അപ്പോൾ എങ്ങനത്തെ ഭക്ഷണമായിരിക്കണം കഴിക്കേണ്ടത്? ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. കാരണം
എന്താണ് ആ ഒരു ആർത്തവ സമയത്ത് പെൺകുട്ടികൾക്ക് 0.6 ലിറ്റർ രക്തം ശരീരത്തിൽ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇരുമ്പിൻ്റെ അംശം കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലും കഴിക്കണം. അപ്പോൾ ഈ പാഠത്തിൻ്റെ ആദ്യത്തിൽ പറഞ്ഞു ഇരുമ്പിൻ്റെ അംശങ്ങൾ കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെയാണ് ഈന്തപ്പഴം, കോഴിമുട്ട, മുരിങ്ങയില അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം, ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം. ഇനി നെക്സ്റ്റ് ലൈംഗിക ചൂഷണം. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ സമൂഹത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പല വിധത്തിൽ ശാരീരിക, മാനസിക, ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. ബന്ധുക്കൾ, സഹപാഠികൾ, കൂട്ടുകാർ, അപരിചിതർ എന്നിവരുമായി ഇടപഴകുമ്പോൾ താഴെ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ്? 1. അനുവാദമില്ലാതെ ശരീരഭാഗങ്ങൾ സ്പർശിക്കാൻ ശ്രമിക്കുന്നവർ, ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നവരും നോക്കുന്നവരും, അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ കാണാൻ പ്രേരിപ്പിക്കുന്നവർ, കൃത്രിമ സ്നേഹം കാണിക്കുന്നവരും ഉപഹാരങ്ങൾ നൽകുന്നവരും. മുകളിൽ സൂചിപ്പിച്ച രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ മാതാപിതാക്കൾ, സഹപാഠികൾ, അധ്യാപകർ, സ്കൂൾ കൗൺസിലർ തുടങ്ങിയവരോട് ഭയമില്ലാതെ കാര്യങ്ങൾ തുറന്നു പറയണം. നിങ്ങളുടെ ശരീരഭാഗത്ത് മറ്റൊരാൾ സ്പർശിക്കുമ്പോൾ മോശമായ സ്പർശം തിരിച്ചറിഞ്ഞ് നോ എന്ന് ശക്തമായി പറയാൻ ശീലിക്കണം. നിങ്ങൾക്കോ നിങ്ങളുടെ സഹപാഠികൾക്കോ ഉണ്ടാകുന്ന ഏതുതരം പീഡനവും വേണ്ടപ്പെട്ടവരോട് തുറന്നു പറഞ്ഞിട്ടും വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ലെങ്കിൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. 1098 ആണിത്. ലോഗോയിലെ നമ്പർ മനസ്സിൽ സൂക്ഷിക്കുമല്ലോ. എല്ലാതരം ചൂഷണങ്ങളിൽ നിന്നും സുരക്ഷ ലഭിക്കുക എന്നത് കുട്ടികളുടെ അവകാശമാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ടോപ്പിക്കോട് കൂടിയിട്ട് എന്താണ് ഇവിടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ വിലയിരുത്താമെന്ന പ്രവർത്തനമാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം, താഴെ പറയുന്നവയിൽ വിസർജനം എന്ന ധർമ്മം നിർവഹിക്കാത്ത അവയവം ഏതാണ്? ഹൃദയം. ആൻസർ ഏതാണ്? സി, ഹൃദയം. വൃക്ക, കരൾ, ശ്വാസകോശം ഇതൊക്കെ എന്താണ്? വിസർജന അവയവങ്ങളാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ ഒന്നാമത്തത് ഓടുമ്പോൾ പൾസ് നിരക്ക് കൂടുന്നു, അത് ശരിയാണ് അല്ലേ. രണ്ടാമത്തത് എല്ലാ വ്യക്തികളുടെയും പൾസ് നിരക്ക് തുല്യമാണ്, അത് തെറ്റാണ്. അതായത് വ്യക്തികൾക്കനുസരിച്ചിട്ട് എന്താണ് പൾസ് നിരക്കിലും വ്യത്യാസമുണ്ട്. ഇനി സി, കൈത്തണ്ടയിൽ മാത്രമേ പൾസ് നിരക്ക് അളക്കാൻ പറ്റൂ, അല്ല അല്ലേ. നമുക്ക് കഴുത്തിൽ നോക്കാൻ പറ്റും, നെറ്റിയുടെ ഇരുവശങ്ങളിൽ നോക്കാൻ പറ്റും. ഇനി ഡി, പൾസ് നിരക്കും ഹൃദയസ്പന്ദന നിരക്കും വ്യത്യസ്തമാണ്, അതും തെറ്റാണ്. പൾസ് നിരക്കും ഹൃദയസ്പന്ദന നിരക്കും എന്താണ്? തുല്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണ്? എ ആണ്, ഓടുമ്പോൾ പൾസ് നിരക്ക് കൂടുന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മൂത്രാശയ രോഗങ്ങൾ തടയാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആവശ്യത്തിന് വെള്ളം കുടിക്കണം, അതേപോലെ തന്നെ യഥാസമയം മൂത്രമൊഴിക്കണം. എന്നാൽ ഒരു പരിധിവരെ മൂത്രാശയ രോഗങ്ങൾ നമുക്ക് തടയാൻ കഴിയും. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ആർത്തവകാലത്ത് ഉണ്ടാകാൻ ഇടയുള്ള ശാരീരിക അസ്വസ്ഥതകൾ എന്തെല്ലാം? അപ്പോൾ ഈ ആർത്തവത്തിൻ്റെ സമയത്ത് ചില പെൺകുട്ടികൾക്ക് എന്താണ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവും, ചിലവർക്ക് എന്താണ് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പം എന്തൊക്കെ ശാരീരിക അസ്വസ്ഥതകളാണ് ഉണ്ടാവുക? ഒന്ന് കലശലായ അടിവയറുവേദന, ഛർദി, നടുവേദന, കാലിന് കഴപ്പ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം, സമർത്ഥിക്കുക. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം. അതിനെക്കുറിച്ച് അത് ശരിയാണോ സമർത്ഥിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഉത്തരം, മനുഷ്യ ശരീരത്തിലെ പ്രധാന അവയവമാണ് മസ്തിഷ്കം. അത് ശരീരത്തിൻ്റെ വിവിധ പേശികളുടെ ചലനങ്ങൾ നിയന്ത്രിക്കുന്നു, ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുകയും കോശങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. കാഴ്ച, കേൾവി, ഓർമ്മ, ബുദ്ധി, ഭാവന, വികാരങ്ങൾ എന്നിവയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. അപ്പോൾ ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് പറയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം. അപ്പം ഇത്രയാണ് ഈ ഒരു പാഠത്തിലെ വിലയിരുത്താം. അപ്പോൾ ഈ പാഠത്തിലെ 5 വിലയിരുത്താവിലെ 5 ചോദ്യോത്തരങ്ങൾ നോക്കി, പിന്നെ ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.